എല്ലാവരും പ്രതീക്ഷിക്കുന്നു. മാത്രമല്ല 3 പേരും കട്ടയ്ക്ക് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബസ് സ്റ്റാൻഡ് പരിസരത്ത് എവിടെയോ നമ്മുടെ തനേഷ് തമ്പി കറങ്ങി നടക്കുന്നുണ്ട്. തനേഷ് തമ്പി, താങ്കൾ ഓടി വായു. ഓക്കെ തനേഷ്, അവിടെ 2 കുട്ടികളാണ് എനിക്ക് തോന്നുന്നത്, അവരാണ് ആവേശം കൊള്ളുന്നത്. അത് UDF ക്യാമ്പാണ് തോന്നുന്നു അല്ലേ? UDF. തനേഷ് വന്നു. തനേഷ് പറയൂ. SKN ആവേശകരമായ ഒരു കൊട്ടിക്കലാശത്തിലേക്ക് പോവുകയാണ് പാലക്കാട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ബസ് സ്റ്റാൻഡ് പരിസരത്ത്. ഇപ്പോൾ തന്നെ ആളുകൾ വന്നു തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ വന്നിരിക്കുന്ന ആളുകൾ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ മലപ്പുറം ജില്ല അല്ലെങ്കിൽ കൊല്ലം ജില്ല അങ്ങനെ മറ്റ് ജില്ലകളിൽ നിന്നുള്ള ആളുകളാണ് കൂടുതലായിട്ട് വന്നിരിക്കുന്നത്. ഈ പാലക്കാടിലെ വോട്ടർമാർ അവർ ഇപ്പോൾ പലയിടങ്ങളിൽ കേന്ദ്രീകരിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. അല്പസമയത്തിനകം അവർ പൊതുനിരത്തിലേക്ക് ഇറങ്ങും. അതിനുശേഷം ചെറിയ പുഴകൾ ചേർന്നൊരു വലിയ സമുദ്രമാകുന്നത് പോലെ ഈ ഒരു പ്രദേശം ആകെ ആളുകളെ കൊണ്ട് നിറയും. ആ പ്രവർത്തകർ മുദ്രാവാക്യം വിളികളും വാദ്യഘോഷങ്ങളും ഒക്കെ ആയിട്ട് എല്ലാ തരത്തിലുള്ള തയ്യാറെടുപ്പുകളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് പുറകിൽ കാണാം ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. നേരത്തെ നമ്മൾ 1 മണിക്ക് ലൈവ് ചെയ്യുമ്പോൾ വളരെ കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തന്നെ ഉണ്ടായ ഒരു സംഭവം, നമ്മൾ ലൈവ് ചെയ്യുന്നതിനിടയിൽ തന്നെ 2 കൂട്ടർ വരുന്നു. ഒരു കൂട്ടർ തിരൂർ നിന്ന് വരുന്ന CPIM-കാരാണ്, മറ്റൊന്ന് കൊല്ലത്ത് നിന്ന് വന്ന കോൺഗ്രസ്സുകാരാണ്. നമ്മുടെ ലൈവ് കഴിയുന്നതോടുകൂടി ഈ 2 കൂട്ടരും കൂടി പരസ്പരം വാദിക്കുകയും പോരാടുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ചയാണ് കണ്ടത്. അത് ഒരു ചെറിയ ബഹളം പോലെ തന്നെ രൂപപ്പെട്ടു. എന്തായാലും അത്രത്തോളം ആവേശമാണ് ഈ പാലക്കാടിൻ്റെ ഓരോ മണൽത്തരിയിലും ഇപ്പോൾ ഉള്ളത് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. നിങ്ങളൊക്കെ എവിടെ നിന്ന് വരുന്നത്? ഞങ്ങൾ മാവേലിക്കര രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്ഥലത്തുനിന്ന് വരികയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്വദേശത്ത് നിന്ന് വരുന്ന ആളുകളടക്കം ഇവിടെയുണ്ട്. എങ്ങനെയുണ്ട് ഇവിടുത്തെ? ഇവിടെ നല്ല പ്രതീക്ഷയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കും. ഞങ്ങളിപ്പോൾ ഒരാഴ്ച കൊണ്ട് ഇവിടെ സ്റ്റേ ചെയ്യുകയാണ്. നിങ്ങളൊക്കെ എവിടെ നിന്ന് വരുന്നത്? ഞങ്ങളെ ഇവിടെ അടുത്ത് തന്നെയാണ്. പിന്നെ ഇവിടുത്തെ അല്ല, വോട്ടറല്ല, ഇപ്പോൾ അടുത്തുള്ളതായിരുന്നു. രാമങ്കോട്ടത്തിൽ ഒരു 20,000 ഭൂരിപക്ഷത്തിന് UDF സ്ഥാനാംഗമാകും. എൻ്റെ പുറകിൽ നിൽക്കുന്നത് കൂടുതലും UDF-കാരാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു 15,000 വോട്ട് ചെയ്യും. അല്ല, മുഴുവൻ UDF-കാരല്ല. ഡോക്ടർ സരിൻ 15,000 വോട്ടിന് സരിൻ ജയിക്കുമെന്ന് പറയുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ 25,000 വോട്ടിന് ജയിക്കും. നിങ്ങളൊക്കെ എവിടെ നിന്ന്? മണ്ണാർക്കാട്, മലപ്പുറം. ഞാൻ മഞ്ചേരി. സരിൻ ജയിക്കും. എത്ര ജയിക്കും സരിന്? ജയിച്ചിരിക്കും. പത്തനംതിട്ട. അതെ, രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പ്രാവശ്യം സ്നേഹത്തിന്റെ കട തുറക്കും. വളാഞ്ചേരി. മലപ്പുറം, വളാഞ്ചേരി. കേരളത്തിന് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള മുഴുവൻ ജില്ലകളിലെയും 140 നിയോജക മണ്ഡലങ്ങളിലെയും ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞങ്ങൾ ഇവിടെ തന്നെയാണ്. രാഹുൽ ജയിക്കും, ഒന്നും നോക്കണ്ട. 15,000 വോട്ടും ജയിക്കും. വോട്ടിന്റെ കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ. എല്ലാവരും പറഞ്ഞത് 15,000, 20,000, 25,000 വോട്ടുകൾക്ക് രാഹുൽ ജയിക്കുമെന്ന് പറയുന്നവരുണ്ട്, പി സരൻ ജയിക്കുമെന്ന് പറയുന്നവരുണ്ട്, കൃഷ്ണകുമാർ ജയിക്കുമെന്ന് പറയുന്നവരുണ്ട്. എന്തായാലും അവരുടെ ആവേശത്തിന് മാത്രം ഒരു കുറവുമില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതൊക്കെ ഈ മണ്ഡലത്തിന് പുറത്തു നിന്ന് വന്ന ആളുകളാണ് കൂടുതലുള്ളത്. പക്ഷേ ഇതിനുമപ്പുറത്ത് ഈ മണ്ഡലത്തിലെ ആളുകൾ ഇങ്ങോട്ട് ഒഴുകി തുടങ്ങുമ്പോൾ ഇവിടെ ഒരു വലിയ ജനസാഗരമായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത്രത്തോളം ആവേശം ഇപ്പോൾ തന്നെ ഇവിടെ ഉണ്ടായിരിക്കുകയാണ്. സ്ഥാനാർത്ഥികളൊക്കെ ജാഥകളിലേക്ക് പോകുന്നതേ ഉള്ളൂ. നമ്മൾ അല്പം മുൻപാണ് പി സരൻ ഭക്ഷണം കഴിക്കുന്നത് കണ്ടത്. അതിനുശേഷമായിരിക്കും അവരൊക്കെ ആ റാലികളിലേക്ക് എത്തുക. പിന്നീട് ഇവിടെ ഉണ്ടാകാൻ പോകുന്നത് ഒരു ജനമഹാസാഗരമായിരിക്കും. ഇന്നലെ തന്നെ ഒരു ട്രയൽ നടന്നിരുന്നു. പലതരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള പ്രചരണ രീതികൾ, DJ വാഹനം ഉൾപ്പെടെയുള്ള ശബ്ദങ്ങളും അതുപോലെ തന്നെ വെളിച്ചവും ഒക്കെയായി ഇതുവരെ കണ്ടിട്ടില്ലാത്ത, പരിചയമില്ലാത്ത കാര്യങ്ങളാണ് ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് കാണാം ഈ വശത്തും. അതെ, ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് ഇരുട്ട് ഒരു വൈകുന്നേരം 5 മണിക്ക് അവസാനിക്കുന്നതോടുകൂടി അത്തരത്തിലുള്ള ഒരു വലിയ ക്രൗഡ്, ഒപ്പം തന്നെ ലൈറ്റ് ആൻഡ് ഷോ, അതുപോലെ തന്നെ ആവേശം, അണമുറിയാത്ത ആവേശം എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. നിങ്ങളൊക്കെ എവിടെ നിന്ന് വരുന്നത്? ഞങ്ങൾ ഇവിടെ തന്നെയാണ്. ചേലക്കര. അവിടുത്തെ ഇലക്ഷൻ ഞങ്ങളിപ്പോൾ വിജയകുമാർ പറഞ്ഞതേ ഉള്ളൂ. ചേലക്കരയിൽ വന്നപ്പോൾ അവിടുത്തെ ആളുകളൊക്കെ ഇങ്ങോട്ട് വരും. നിങ്ങൾ ഏത് ആർക്ക്? അത് പറയുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ ഉണ്ടോ? രാഹുലേക്കും. അതെ, രാഹുൽ തന്നെ. അപ്പം അങ്ങനെ ചേലക്കരയിൽ നിന്ന് വന്ന ആളുകളുണ്ട്, വയനാട്ടിൽ നിന്ന് വന്ന ആളുകളുണ്ട്. അങ്ങനെ ഈ പ്രദേശമാകെ ആളുകളെ കൊണ്ട് നിറഞ്ഞു തുടങ്ങുകയാണ്. ഇത് തുടക്കം മാത്രമാണെന്ന് നമുക്ക് പറയാം. കാരണം ഇനിയുള്ള നിമിഷങ്ങളാണ്. ഓരോ നിമിഷത്തിലും ആളുകൾ കൂടിക്കൂടി വന്ന് ഒരു വലിയ ജനസമുദ്രമാകാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ ബസ് സ്റ്റാൻഡ് പരിസരം എന്ന് നമുക്ക് പറയാം. SKN. ഓക്കെ തനീഷ് തമ്പി, താങ്ക് യു. എനിക്ക് തോന്നുന്നത് നമ്മുടെ പ്രവർത്തകർ തന്നെ അല്ലേ, നമ്മുടെ പ്രവർത്തകർ, അതായത് ചാനൽ പ്രവർത്തകർ തന്നെ ആവേശത്തിലാണ്. ഒരുപക്ഷെ പാലക്കാട് നല്ല നമ്പറിൽ ചാനലിൽ നിന്നുള്ള പ്രവർത്തകരുമുണ്ട്. അവരെല്ലാം കൂടെ രംഗം വിട്ടാൽ തന്നെ പാലക്കാട് ശാന്തമാവും. ഇപ്പൊ തനേഷ് തമ്പി അവിടെ നിന്ന് നിങ്ങളെവിടെ? അപ്പൊ ഒരാൾ പറഞ്ഞു സരിൻ ജയിക്കും 15,000 വോട്ടിന്, ഇപ്പഴാണ് ആൾ രാഹുൽ ജയിക്കും. അപ്പൊ അവര് തമ്മിൽ ഫൈറ്റ് ആയിട്ടുണ്ട് അവിടെ. തീർച്ചയായിട്ടും എത്തിയ ആളുകൾ തമ്മിൽ നിങ്ങൾ ആത്മനിയന്ത്രണം കൈവിടരുത്. കാരണം നാളെ പ്രശാന്തമായ അന്തരീക്ഷം
കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലേ പിന്നെ യഥാർത്ഥ കലാശിലേക്ക് കടക്കുകയാണ്. അപ്പൊ കൊട്ടാനുള്ള ദിവസം വന്നിട്ടില്ല, മറ്റന്നാളാണ് നമ്മൾ കൊട്ടേണ്ടത്.